ഹലോ ഫ്രണ്ട്സ്, ഇതെൻ്റെ കുഞ്ഞ് മോർണിംഗ് റുട്ടീനാണ് കാണിക്കുന്നത്. എണീറ്റ് ഉടനെ തന്നെ ഈ ഒരു കപ്പിൽ ചെറിയൊരു ചൂടുവെള്ളം കുടിക്കും കേട്ടോ. ഇതിൽ ജീരകവും അതുപോലെ ചിയാ സീഡൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ഗ്രീൻ പീസ് കറിയാണേ. അതിന് 2 ഉള്ളിയും 3 വെളുത്തുള്ളി ചെറിയ ഇഞ്ചൊക്കെ അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ട് ഉപ്പൊക്കെ നല്ലോണം വഴറ്റി അതിലേക്ക് ഒരു തക്കാളി കുഞ്ഞതാക്കി അരിഞ്ഞ് അതും നല്ലോണം വഴന്ന് വരുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ചേർത്ത് നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് ഗ്രീൻ പീസും പൊട്ടറ്റോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മൂടി വെക്കാം. സിമ്മിലിട്ടിട്ട് മൂടി വെക്കാം. അത് നല്ല ഉറക്കമാണ്. ഞാൻ ആ സമയം കൊണ്ട് പല്ലൊക്കെ തേച്ച് ഒന്ന് കുളിച്ച് വരാമെന്ന് വിചാരിച്ച്. ഏട്ടൻ എണീറ്റിട്ടുണ്ട്. കുളിച്ച് ഈ ചന്ദനക്കുറിയൊക്കെ തൊടുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ. അതിനാണ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇതാ 3 വിസിൽ അടിഞ്ഞിട്ടുണ്ട്. പട്ടാണി നല്ലോണം വെന്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തൂവി സെറ്റാക്കി വെച്ചു. പാല് കൊണ്ടുവരാൻ വൈകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് രാവിലെ കട്ടൻ ചായയാണ്. അവർക്ക് ഞാൻ കുറച്ച് നേരത്തെ കൊടുക്കും. എന്നിട്ട് ഞാനും ഏട്ടനും കൂടെ ഇരുന്ന് കഴിക്കുക ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ 3 പേരോടെ ഇരുന്ന് കഴിക്കും. 3 പേരോടെ ഇരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണം. അതുകൊണ്ട് അവർക്ക് ആദ്യം ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അവർ 2 പേരും കഴിച്ചു. പിന്നെ ഏട്ടൻ പോയി. ഞാൻ സാവധാനം ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അവൾ ബാക്കിൽ നിന്ന് ഭയങ്കര ഡിസ്റ്റർബൻസ്, ഭയങ്കര ചാടി കയറി എന്തൊക്കെയോ കളിച്ച് കൂട്ടുന്നുണ്ട്. പിന്നെ ന്യൂസ് വെക്കും. അത് കേട്ടോണ്ട് ഞാൻ എൻ്റെ ബാക്കി പണികളൊക്കെ ചെയ്യും. കുറച്ച് വിരിച്ചിടാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കയറി കസേര നമ്മൾ അവളും കൂടെ കയറുകയാണ്. ഇപ്പോൾ എല്ലാത്തിനും മോളും പിടിച്ച് കയറലാണ് പണി. പിന്നെ അടിച്ച് വാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഈ ചൂടായിട്ട് വരും. എന്നിട്ട് ഞാൻ അടിച്ച് വാരിയിരുന്ന എല്ലാ സാധനങ്ങളും അവൾ വീണ്ടും എല്ലാ സ്ഥലത്തും ആക്കലാണ് അവളുടെ പരിപാടി. പക്ഷെ ഞാനൊന്നും പറയുന്നില്ല. അവളെ നിങ്ങളൊക്കെ അവളുടെ ഇഷ്ടത്തിന് ചെയ്യട്ടെ ആയിരിക്കും. അതോ കാക്ക കരഞ്ഞു, പൂച്ച കരഞ്ഞു, പട്ടി കുരച്ചു, ആട് കരഞ്ഞു. അച്ഛൻ കുപ്പായി തിരിച്ചാണ് ഇട്ടത്. അച്ഛൻ മോള് കുപ്പായി തിരിച്ചാണല്ലോ ഇട്ടത്. നടക്കാൻ പോവാണോ? പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കഥകളൊക്കെ പറഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞുള്ള അവളുടെ ഒരു ഔട്ട്ഫിറ്റാണിത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.